സ്വർഗത്തിനെ പോലെ അങ്ങയുടെ തിരുമനസ് ആകണം ഇവിടെ ഭൂമിയിൽ നമ്മുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിനെ പോലെ എന്ന് പറയുന്നതിന്റെ നേരെ കാഴ്ച നമുക്ക് ഈ രണ്ട് മേഖല നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നാം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 58ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 3ാമത്തെ യാചന, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. തിരുമനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സ്വർഗത്തിലെ പോലെ അതേപോലെ നമ്മൾ ചിന്തിക്കുക, സ്വർഗം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, സ്വർഗസ്ഥനായ ദൈവം എന്താണ്, സ്വർഗത്തിലെ പോലെ എന്ന് പറയുന്ന സ്വർഗത്തിൽ എന്തായിരിക്കുന്ന അവസ്ഥ നമുക്കതേപ്പറ്റി അല്പം കൂടി ചിന്തിക്കാം. ഏതൊരു ആത്മീയതയ്ക്കും ഒരു സോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ആധ്യാത്മിക ദൈവശാസ്ത്രം പറയും. സോഴ്സ് എക്സ്പീരിയൻസ്, ഉറവിട അനുഭവം. വെറുതെ പറഞ്ഞാൽ ഇപ്പൊ മറ്റ് ആത്മീയതയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഗാന്ധിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന ഗാന്ധിയന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ട്. അതിനകത്ത് അവരുടെ ഏറ്റവും ഉറവിട അനുഭവം ഗാന്ധിജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതം, ബോധ്യങ്ങള്, വിഷൻ, കാര്യങ്ങളാണ്. അതിനോടാണ് അവിടെ അനുഭവപ്പെട്ട് നീങ്ങുന്നത്. അതാണ് അവിടെ മോഡലും മാതൃകയെല്ലാം. ഇപ്പം മറ്റേതെങ്കിലും ബുദ്ധിസ്റ്റ് സ്പിരിച്വാലിറ്റി, ബുദ്ധൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ കണ്ട കാര്യങ്ങൾ, വെളിപ്പെട്ട കാര്യങ്ങൾ, അത് തേടി അതിനെ വളരെ ആദരവോടെ വീക്ഷിച്ച് അതിനെ സ്വന്തമാക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നതിൽ ഒരു ഉറവിട അനുഭവമുണ്ട്. അത് ക്രിസ്തു എന്ന വ്യക്തിയിൽ വെളിപ്പെട്ടതായ ജീവിത രീതികള്, ചിന്തകള്, കാഴ്ചപ്പാടുകള്, ദൗത്യ ശൈലികൾ, അങ്ങനെയുള്ളതെല്ലാം എന്തെല്ലാം ക്രിസ്തു എന്ന വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതെല്ലാം സ്വന്തമാക്കാൻ നോക്കുന്നു. അതിൻ്റെ പിന്നാലെ നമ്മൾ അന്വേഷിച്ച് നീങ്ങുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രക്രിയ വരുമ്പോഴാണ് ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത്. ക്രൈസ്തവ ആത്മീയതയ്ക്കകത്ത് തന്നെ ഒരുപാട് മറ്റ് ആത്മീയതകളും കാണാൻ പറ്റും. ക്രൈസ്തവ ആത്മീയതയ്ക്കകത്ത് തന്നെ ഇപ്പം ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആത്മീയതയുണ്ട്. അഗസ്റ്റീനിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അഗസ്തീനിയൻ ആത്മീയതയുണ്ട്. കാർമലിത്ത ആത്മീയതയുണ്ട്. സലേഷ്യൻ ആത്മീയതയുണ്ട്. ഇഗ്നേഷ്യൻ ആത്മീയതയുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മീയ വഴികളും ക്രൈസ്തവ ആത്മീയതയ്ക്ക് അകത്ത് തന്നെ കാണാൻ പറ്റും. ഈശോയിൽ വെളിപ്പെട്ട ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാന അനുഭവങ്ങള് ചില പ്രത്യേക രീതിയിൽ ഒരു വ്യക്തി സ്വന്തമാക്കി അങ്ങനെ ജീവിക്കാനായിട്ട് തൽപരരായ ആൾക്കാർ ആ കൂട്ടത്തിൽ കൂടി അങ്ങനെ ഉണ്ടായതാണ് ഈ അകത്തുള്ള മറ്റ് ആത്മീയ ശൈലികൾ. നമുക്കറിയാം, കർമ്മലമലയില് ഏലിയ പ്രവാചകന് പിന്നെ അനുവാക്കി അതിന്റെ അനുകരിച്ചുകൊണ്ട് മല പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായ സന്യാസികള്. അങ്ങനെ അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ആത്മീയതയാണ് കർമ്മലിത്ത ആത്മീയത. ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റി, ഇഗ്നേഷ്യസ് ലയോള എന്ന വ്യക്തി ലൈഫിൽ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അങ്ങനെ അതുപോലെ നമുക്കറിയാം എല്ലാം ഓരോ ആത്മീയത അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം ഉറവിടം ഈശോയുടെ ജീവിതമാണ്, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ സോഴ്സ് എക്സ്പീരിയൻസ്. പക്ഷെ മറ്റ് ആത്മീയതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബുദ്ധ, ഗാന്ധി സ്പിരിച്വാലിറ്റി അവർ നോക്കുന്ന ആ ഒരു വ്യക്തിയിൽ പോയി അത് തീരും. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ്. പക്ഷെ ക്രൈസ്തവ ആത്മീയതയിൽ നമ്മുടെ ഉറവിടം എന്ന് പറയുന്നത് ഈശോ എന്ന നസ്രത്തിലെ ഈശോ, ഗുരു, റബ്ബി, മിശിഹ, അങ്ങനെ ജീവിച്ച ആ ഒരു വ്യക്തിയുടെ ജീവിത വിഷനും അനുഭവങ്ങളും ദൗത്യവും അവിടെ കൊണ്ട് തീരുകയില്ല. കാരണം ഈ ഈശോ തന്നെ, ക്രിസ്തു തന്നെ തൻ്റെ കാര്യങ്ങളെല്ലാം അതിനും അപ്പുറത്തുള്ള വേറൊരു ഉറവിടത്തിലേക്ക് എപ്പോഴും ചൂണ്ടിക്കാണിച്ചത് നമുക്കറിയാം. പിതാവ് എന്നെ അയച്ചതുപോലെ എന്ന് പറയുന്നുണ്ട്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ കണ്ടോ, പിതാവ് എന്നോട് ആവശ്യപ്പെട്ടതുപോലെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പിതാവ് ചെയ്ത് കാണുന്ന മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിതാവിൻ്റെ പ്രവൃത്തികളാണ് ഞാൻ പൂർത്തിയാക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. കണ്ടോ, വീണ്ടും ഞാൻ പിതാവിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാൻ. പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു. പിതാവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും. കണ്ടോ, അപ്പൊ ഇത് ഈശോ തന്നെ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഈ ഭൗമിക കാഴ്ചപ്പാടിലുള്ള ഉറവിട അനുഭവം, സോഴ്സ് എക്സ്പീരിയൻസ് ഈശോ ക്രിസ്തുവിന്റെ ജീവിതമാണെന്ന് പറയുമ്പോഴും ഈശോ അതിന് അപ്പുറത്തോട്ടുള്ള ഒരു ഉറവിടത്തിൽ ചൂണ്ടിക്കാണിച്ച അത്
ത്രിത്വൈക ജീവിത ശൈലിയാണ്. ട്രിനിറ്റേറിയൻ ലൈഫ്, ട്രിനിറ്റേറിയൻ സ്പിരിച്വാലിറ്റി. അവിടെ ക്രൈസ്തവ ആത്മീയതയുടെ ഉറവിടമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തില് വെളിപ്പെട്ടതായ ത്രിത്വൈക ജീവിതമാണ്. ഈശോ എന്ന നസ്രത്തിലെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ ജീവിച്ച ആ റബ്ബിയുടെ ജീവിതത്തില് വെളിപ്പെട്ടതായ ത്രിത്വൈക ദൈവ ജീവിത ശൈലി, അതാണ് ക്രൈസ്തവ ആത്മീയതയുടെ ഉറവിടം. അപ്പൊ നമുക്ക് തൃത്വത്തിലേക്ക് പോകണം. അതാണ് ഈശോ സ്വർഗത്തിലേതുപോലെ എന്ന് പറയുമ്പോൾ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നാ ഈശോ പറയുമ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഈ സ്വർഗത്തിന്റെ ശൈലി എന്താണ്? നമുക്കത് എവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തില് 18 നമ്മൾ വായിക്കും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, അവിടുത്തോട് ഗാഠബന്ധം പുലർത്തും ദൈവം തന്നെ ഏകജാതന അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവം അരൂപിയാണ്. അരൂപിയായിരിക്കും ദൈവത്തെ നമുക്ക് ആർക്കും രൂപികളായിരിക്കുന്നവർക്ക് അശരീരിയായ ദൈവത്തെ കാണാൻ അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് ത്രിത്വൈക ദൈവം എന്താണ്, ത്രിദൈവത്തിൽ എങ്ങനെയാണ് ദൈവം വസിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി ത്രിത്വത്തിലെ രണ്ടാമത്തെ ആള് മനുഷ്യനായിട്ട് വന്നു. അപ്പൊ നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും അനുഭവിക്കാനും എല്ലാം പറ്റി. യോഹന്നാൻ ഈശ്വര വർഷത്തിൽ ചാഞ്ഞ് ചേർന്നിരുന്ന് അനുഭവിച്ചു. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 1 വാക്യം പറയുന്നുണ്ട്, ആദ്യം ഉണ്ടായിരുന്നതും വെളിപ്പെട്ടതുമായ ജീവന്റെ വചനം അത് വെളിപ്പെട്ടു, ഞങ്ങൾ കണ്ടു, സ്വന്തം കണ്ടുകൊണ്ട് സൂക്ഷിച്ചു, വീക്ഷിച്ചു, ചെവി കൊണ്ട് കേട്ടു, കൈകൊണ്ട് തൊട്ടു, അങ്ങനെ ഇന്ദ്രിയപരമായിട്ട് തന്നെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ദൈവത്തെ നമുക്കറിയാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇടവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചത്. അപ്പൊ നമുക്ക് ഈശോയിലേക്ക് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ അവസ്ഥ കാണാനായിട്ട് പറ്റുക ആത്യന്തികമായിട്ട്. എങ്കിലും വചനത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചില നേർക്കാഴ്ചകൾ, ഈശോ പഠിപ്പിച്ചതിൻ്റെ ചില നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൻ്റെ ആദ്യ അധ്യായങ്ങളിലും അവസാന അധ്യായങ്ങളിലും. ദൈവത്തിൻ്റെ തിരുമനസ് അതേപടി നിറവേറിയിരുന്ന കാലഘട്ടത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം, പറുദീസ, ഏദൻ തോട്ടം. 1-ാം അധ്യായം സൃഷ്ടിയുടെ വിവരണം, സൃഷ്ടിയുടെ ഘട്ടങ്ങളാണല്ലോ. അവിടെ നമുക്കൊരു സ്വർഗീയ അവസ്ഥയെക്കുറിച്ച് കൃത്യം കാണാൻ പറ്റുന്നില്ല. 2-ാമത്തെ അധ്യായം ഏദൻ തോട്ടം, പറുദീസ. അവിടെ ദൈവം എങ്ങനെയെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ചു, അത് ദൈവത്തിന്റെ തിരുമനസ് ആര് തടയാത്ത അവസ്ഥയിൽ വെളിപ്പെട്ടതാണ്. ചുരുങ്ങിയ വാക്കുകൾ അവിടെ ഉള്ളൂ, ചുരുങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ പക്ഷെ നമുക്ക് അങ്ങോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ സ്വർഗത്തിലേത് എങ്ങനെയായിരുന്നു, സ്വർഗം എന്താണ്, അതിൻ്റെ ചില കാഴ്ചകൾ ഈ ഭൂമിയുടെ കാറ്റഗറീസിൽ, ഭൂമിയുടേതായ സാഹചര്യത്തിൽ, ഭൗതികമായ ഐറ്റങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിൽ ഉള്ളത് ആരൊക്കെ എന്തൊക്കെയാ, മനുഷ്യൻ, മൃഗങ്ങള്, ദൈവസാന്നിധ്യ, അരൂപിയ ദൈവം, അങ്ങനെയൊക്കെയുള്ള ഭൗമികമായ പശ്ചാത്തലത്തില് ദൈവത്തിന് തിരുമനസ് പൂർണ്ണമായിട്ടും വിടർന്നു നിൽക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് പറുദീസ എന്ന് പറയാം. പക്ഷെ 33-ാം അധ്യായത്തിൽ സാത്താൻ വന്നു കയറി ദൈവത്തിന്റെ തിരുമനസ് തെറ്റിച്ചിട്ട് മനുഷ്യൻ സ്വന്തം പ്ലാനുമായിട്ട് സാത്താൻ പറഞ്ഞു കേട്ട് പോയപ്പോൾ ദൈവരാജ്യം നരകരാജ്യമായി. പിന്നെ അവിടെ ദൈവത്തിന്റെ തിരുമനസ്സിന്റെ ഭംഗി കാണാൻ പറ്റുകയില്ല. അത് നരകരാജ്യത്തിന്റെ അവസ്ഥയാണ്. മനസ്സിലായല്ലോ. അതുകൊണ്ട് 33-ലേക്ക് വരുന്നതിന് മുമ്പ് 32-ൽ കാണുന്ന പറുദീസയിലേക്ക് നമുക്ക് സൂക്ഷിച്ചു നോക്കണം. ദൈവത്തിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ ആകാൻ പറ്റുക? വീണ്ടും നമുക്ക് രംഗമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ പാപ്പായുടെ അപ്പസ്തോലിക ഉദ്ബോധനം ആനന്ദിച്ച് ആഹ്ലാദിക്കും 2018 മാർച്ച് 19 നൽകിയ ഉപദേശം, അതിന്റെ 5-ാമത്തെ അധ്യായത്തില് 160-ാമത്തെ ഖണ്ഡികയില് പാപ്പ പറയുന്നുണ്ട്, ഈ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നിടത്ത് തന്നെ പിശാച് വന്ന് കയറുന്നു. അവന്റെ ഇടപെടലും ദുരന്തവും വിവരിച്ചുകൊണ്ട് ആ ബൈബിൾ ആരംഭിക്കുന്നത്. അവന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്യന്തിക വിജയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. അപ്പം ഈ സാത്താന്റെ ഇടപെടൽ കടന്നു കയറുന്നതിന് മുമ്പുള്ള ചെറിയൊരു കാഴ്ചയാണ് നമുക്ക് ഉൽപ്പത്തി 2 കാണാൻ പറ്റുന്നത് ദൈവത്തിന്റെ ദിവസത്തെ കുറിച്ച്. അപ്പൊ അവന്റെ മേൽ ദൈവം വിജയം വരിച്ചു കഴിയുമ്പോൾ പിന്നെ ഉള്ള ചെറിയൊരു വിവരണ ഭാഗമുണ്ട് ബൈബിളിന്റെ അവസാനത്തെ സൂചിപ്പിച്ചതാണ്. വെളിപാട് പുസ്തകത്തിന്റെ 20-ലാണല്ലോ സാത്താനെ മുഴുവൻ എന്നേക്കാൾ തീർത്ത് കളയുന്നത്. 21, 22 വെളിപാടിന്റെ 21 മെയിനായിട്ട് 22 കൂടെ
ചേർത്ത് വെക്കുമ്പോൾ അത് വീണ്ടും ദൈവത്തിന്റെ തിരുമനസ് പൂർണ്ണമായിട്ടും അനുവർത്തിക്കപ്പെടുന്ന, പ്രകാശിതമാകുന്ന, വെളിപ്പെടുന്ന ഒരു അവസ്ഥയുടെ സൂചനകൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ നമുക്ക് സ്വർഗത്തിനെ പോലെ അങ്ങയുടെ തിരുമനസ് ആകണം ഇവിടെ ഭൂമിയിൽ, നമ്മുടെ ലൈഫിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിനെ പോലെ എന്ന് പറയുന്നതിന്റെ നേരെ കാഴ്ച നമുക്ക് ഈ രണ്ട് മേഖല നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് ബൈബിളിന്റെ ഏറ്റവും ആരംഭത്തിലും ഏറ്റവും അവസാനത്തിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ സാത്താനില്ല, ബൈബിളിന്റെ അവസാനത്തെ 2 അധ്യായങ്ങൾ സാത്താനില്ല. ബൈബിളിന്റെ ആരംഭത്തിൽ 3-ാം അധ്യായത്തിൽ കയറി, ബൈബിളിന്റെ പുറകിൽ നിന്ന് 3-ാം അധ്യായത്തിൽ അവരെ പുറത്താക്കി. വളരെ ഇങ്ങനെ സിമെട്രിക്കലായിട്ട് ഗ്രന്ഥകർത്താവ് വിശുദ്ധാത്മാവ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആമുഖവും ഉപസംഹാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ആദ്യത്തെ അവസാനത്തെയും അധ്യായങ്ങളിലെ നാടകീയമായ രംഗവിവരണങ്ങള് അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈശോ തന്റെ പരസ്യത്തിന് നിരവധിയായ ഉപദേശങ്ങളും ഉപമകളും തന്റെ ജീവിത മാതൃകയുടെ നിരവധിയായ അവസരങ്ങളും വഴിയായിട്ട് വെളിപ്പെടുത്താൻ പരിശ്രമിച്ച സ്വർഗ ജീവിത, സ്വർഗരാജ്യ, ദൈവരാജ്യ ശൈലി എന്താന്നുള്ളതിന്റെ നേർക്കാഴ്ച കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ ബൈബിളിന്റെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള ഈ വിവരണങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെ പോലെ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.